രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരം ചായക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഓട്സ് ക്യാരറ്റ് പുട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം 1 കപ്പ് ഉണ്ടാവും. 1.5 കപ്പ് റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്ത ഓട്സ് ആണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് ഓട്സും 1 കപ്പ് ക്യാരറ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പൾസ് ചെയ്തെടുക്കുക. ക്യാരറ്റ് അത്യാവശ്യം മധുരമുണ്ട്, അതുകൊണ്ട് ഞാൻ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. വെള്ളം അധികമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഓട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഫൈനായിട്ട് പൾസ് ചെയ്തെടുക്കാം. പിന്നെ പരിപാടിയൊക്കെ സിമ്പിളാണ്. പുട്ടും കുറ്റിയിലേക്ക് ആദ്യം അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഓട്സ് ക്യാരറ്റ് പുട്ടിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. 2 കണ പുട്ടാണ് അതിൽ നമുക്ക് ചുടാൻ പറ്റുന്നത്. ഒരെണ്ണം ഞാൻ ചിരട്ടപ്പുട്ടായിട്ടും എടുക്കുന്നുണ്ട്. ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ പുട്ടും കുറ്റിയിലേക്കുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ചിരട്ടപ്പുട്ടിലേക്ക് വേണ്ടിയിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് തേങ്ങയും പിന്നെ നമ്മുടെ ക്യാരറ്റ് പുട്ട് മിക്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതും കൂടെ ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് റെഡിയാണ്. ക്യാരറ്റും ഓട്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ വൈറ്റമിൻസും ഫൈബറും നമ്മുടെ മീൽ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതുകൂടാതെ തന്നെ വെയിറ്റ് ബാലൻസിനും നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഗ്രേവിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കൂടെ നല്ലതാണ്. ഞാനിപ്പോൾ പഴം കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പം നമ്മുടെ ആവി പറക്കുന്ന പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓട്സ് ക്യാരറ്റ് പുട്ട് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനെന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.